നമ്മളൊരു വാർ സോണിൽ തന്നെ നിൽക്കുന്നത്. നമ്മളൊരു വാർ സോണിലാണ് നിൽക്കുന്നത്. ഈ വാർ സോണിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. കേട്ടിട്ടുണ്ടല്ലേ? ഈ ഇസ്രായേലിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, ഇസ്രായേൽ ഭയങ്കര അയൺഡോമും കുന്തവും കുടച്ചക്രമൊക്കെ ഉള്ള രാജ്യമാണ്. പക്ഷേ ഈ യുദ്ധം കനത്തി കഴിഞ്ഞപ്പോൾ, ഇറാനുമായിട്ടുള്ള യുദ്ധം കനത്തി കഴിഞ്ഞപ്പോൾ ഇസ്രായേലിലെ ആൾക്കാർ വളരെ സെറ്റ്, ഞങ്ങൾ അയൺഡോമുള്ള ആളുകളാണ്, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റിയവർക്ക് എത്ര എണ്ണം മരിച്ചു പോയതല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നേ? അത്രയും ഇതുള്ള രാജ്യം. പക്ഷെ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഒരു ചോദ്യം ചോദിക്കാം. അമേരിക്ക എവിടെ കിടക്കണേ? ഇതിനോട് അടുത്തൊന്നും അല്ല അല്ലേ? എവിടെ കിടക്കണേ അമേരിക്ക? എത്രയോ ദൂരെ കിടക്കണേ. അമേരിക്കയിലിരിക്കുന്ന ഒരു പൗരൻ്റെ മേൽ എന്തെങ്കിലും സംഭവിച്ചോ? കുറെ കാശ് പോയിട്ടുണ്ടാവാം, എന്തെങ്കിലും സംഭവിച്ചോ? കാരണം എന്നാ? നോട്ട് റീച്ചബിൾ. അവർക്ക് അവിടം വരെയൊക്കെ എത്താൻ ഒരു മേജർ എലമെൻ്റ് ആണത്. കാരണം ഈ അമേരിക്കയ്ക്ക് ചുറ്റും, ഈ ഇറാനിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ അമേരിക്കൻ ബേസ് ഉണ്ട്. പക്ഷേ അവർക്ക് അങ്ങനെ അടിക്കാൻ പറ്റിയൊരു സംഭവമില്ല. അല്ലെങ്കിൽ പണ്ടേ അവരടിച്ചേനെ. പക്ഷെ അവർക്ക് അടിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പോയിന്റിലേക്ക് എത്തിക്കുന്നതാണ്. ഈ പണ്ട് ബെന്നിഹീൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുക. ബെന്നിഹീൻ ഒരു ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ടർബുലൻസ്. പുള്ളി അപ്പം തന്നെ പൈലറ്റിനോട് പറഞ്ഞു, ഹൈറ്റ് കൂട്ടാൻ പറഞ്ഞു. ഹൈറ്റ് കൂട്ടി കഴിഞ്ഞപ്പോൾ ടർബുലൻസ് ഇല്ല അവിടെ. ഞാൻ എന്നാ പറയാൻ വന്നതെന്നറിയാമോ? ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമ്മൾ വാർ സോണിലാണ്. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുമ്പോൾ ടർബുലൻസ് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ രഹസ്യം മനസ്സിലായോ? വാർ സോണിലാണ്, മിസൈല് വരും. പക്ഷേ അത്രയും ശക്തമായ പ്രതിരോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രതിരോധങ്ങൾ കുറയുമ്പോൾ ചിലതിനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ നിങ്ങൾ ചിലതിനെ ഭയപ്പെട്ടു പോകും. അമേരിക്കയിൽ നിൽക്കുന്ന ഒരു പൗരന് പേടിയില്ലാന്നേ, അവന് കുറച്ച് കാശ് പോകുന്നുള്ള പേടിയുള്ളൂ. അതല്ലാതെ അവൻ്റെ മേൽ വന്ന് മിസൈൽ വീഴുന്നൊരു പേടിയൊന്നും അവനില്ല. പക്ഷെ ഇറാനിലെ ആളുകൾ ഈ വാറ് തുടങ്ങിയപ്പോൾ തൊട്ട് ടെൻഷൻ അടിച്ചാണ് ജീവിച്ചത്. കാരണം അവനറിയില്ല എപ്പോഴാ വന്ന് ചാടണേന്ന്. കാരണം ഈ അമേരിക്കയും, പ്രബലമായ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരുമിച്ച് ഇവന്മാരെ ആക്രമിക്കണേ. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? അമേരിക്കയിലെ പൗരൻ പേടിയില്ല. നമ്മൾ എവിടത്തെ പൗരനാ? നമ്മൾ സ്വർഗത്തിൻ്റെ പൗരന്മാരാ. ഈ അമേരിക്കയിലെ പൗരന്മാരോട് അമേരിക്ക ഒരു കാര്യം പറഞ്ഞു യുദ്ധം ചെയ്തപ്പോൾ. എന്തു പറഞ്ഞു? ആ രാജ്യത്തുനിന്നൊക്കെ ഇങ്ങോട്ട് പോരെ, അവിടെ നിൽക്കണ്ട കേട്ടോ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അമേരിക്കയുടെ ഇൻസ്ട്രക്ഷൻ കേൾക്കാതെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പം ഞാൻ ചോദിക്കുന്നത്, അമേരിക്കൻ പൗരന്മാർ ഇറാനിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മോസ്റ്റ് പ്രോബബ്ലി അവരെ പിടിച്ച് അവരെ തടങ്കിലടിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? ഇറാൻ വിലപേശു. ശരിയല്ലേ ഞാൻ പറയുന്നത്? പക്ഷെ അമേരിക്കയുടെ ഇൻസ്ട്രക്ഷൻ കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ ഒരു വിലപേശൽ നടന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? ഇങ്ങനൊരു വിലപേശലിന് നിങ്ങൾ നിന്നു കൊടുക്കരുത്. നിങ്ങൾ അവൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ സാക്ഷാൽ സത്യമായ വചനം നിങ്ങളെ സ്വന്തമാക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലായോ? അമേരിക്ക ഒരു റൂള് പറഞ്ഞു, നിങ്ങളവിടെ നിൽക്കരുത്. അമേരിക്ക ഒരു കാര്യം പറഞ്ഞു, പൗരന്മാരെ നിങ്ങൾ തിരിച്ച് അമേരിക്കയിലേക്ക് വാ, അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്നില്ല, അവർ തിരിച്ച് അമേരിക്കയിലേക്ക് എത്തി. ദൈവരാജ്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ദൈവരാജ്യ പ്രിൻസിപ്പിൾസ് നിങ്ങൾ പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ദൈവരാജ്യ പ്രിൻസിപ്പിളിന് നിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പുഴയും വെള്ളമൊക്കെ വന്നേക്കാം, പക്ഷെ അതിൻ്റെ മേളിലായിരിക്കും നമ്മൾ കയറി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന ഒറ്റ കാര്യമുള്ളൂ. എല്ലാവരും പറഞ്ഞു, ഇപ്പം ഏത് വീട്ടിലാണ് ഇല്ലാത്തതെന്ന് സാറി ചോദിച്ചു. ഏത് വീട്ടിലാണ് ഇല്ലാത്തതെന്ന്? ശരിയല്ല?
നമ്മൾ നോക്കിക്കോ, എല്ലാ വീട്ടിലുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഈ പ്രസംഗിക്കുന്ന ആളുടെ വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ, അപ്പോൾ പിന്നെ കേൾക്കണ ആൾക്കാർക്കും കുഴപ്പമില്ലല്ലോ. ഞാൻ ഒറ്റ കാര്യം പറയാം, ഇതൊരു വേക്കപ്പ് കോളാണ്. ദിസ് ഇസ് എ വേക്കപ്പ് കോൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദിസ് ഇസ് എ വേക്കപ്പ് കോൾ. ഇത് നിങ്ങളെ മുട്ടി വിളിക്കുന്നൊരു കോളാണിത്. നിങ്ങൾ എവിടെയാണ് കയറി നിൽക്കേണ്ടതെന്നുള്ളത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും, ദൈവരാജ്യത്തിൻ്റെ അവകാശികളായ നമ്മൾ ഓരോരുത്തരും എവിടെയാണ് നിൽക്കേണ്ടതെന്നാണ് ദൈവം ഈ ദിവസങ്ങളിൽ പറയണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു 1-2 ആഴ്ചയായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഓർത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സ് വിഷമിച്ചിരിക്കുമായിരുന്നു. കാര്യം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഈ വലഞ്ഞിരിക്കുമായിരുന്നു അറിയില്ല, ഞാൻ അങ്ങനെ ഭയങ്കര ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തും നമ്മുടെ ചിന്താഗതി എപ്പോഴും ക്രിസ്തുവിലല്ലെങ്കിൽ, നമ്മുടെ കണ്ണ് ക്രിസ്തുവിലല്ലെങ്കിൽ ആ പ്രകാശം നമ്മളിൽ വ്യാപരിക്കത്തില്ല. നമ്മുടെ കണ്ണ് പ്രശ്നങ്ങളിലാണെങ്കിൽ ആ പ്രകാശം നമ്മളിൽ വ്യാപരിക്കില്ല. ഹല്ലേലൂയ. അപ്പം ഞാൻ എൻ്റെ കാര്യം പറയണേ, എൻ്റെ കാര്യം പറയണതിന് കുഴപ്പമില്ല. ഞാനങ്ങനെ 1-2 ആഴ്ചയായിട്ട് ഭയങ്കര ഒരു പ്രശ്നങ്ങളിലൂടെ പോയി കുറഞ്ഞു ജോർജ് ചേട്ടാ. പക്ഷേ ഞാനിങ്ങനെ വചനം ഇങ്ങനെ സംസാരിച്ചു, സ്വന്തമായിട്ട് ചില കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു വചനത്തിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഒരു പുതിയ ഐഡിയ കിട്ടി. ഐഡിയ ആര് തന്നാ? ജോഷു തന്നല്ല കേട്ടോ, ജോണിയങ്ങൾ തന്നല്ല കേട്ടോ, പൈസാറ് തന്നല്ല, ബേസിൽ നിന്നല്ല, പരിശുദ്ധാത്മാവ് തന്നാ. ജോഷു എന്ന ഐഡിയയിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഗ്രേസ് ഉണ്ടാവില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശക്തിയോടെ മുന്നോട്ട് പോകും. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ഓൺലി തിങ്. പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ശക്തിയോടെ മുന്നോട്ട് ചലിക്കാൻ പറ്റുള്ളൂ. ബാക്കിയല്ല ഈ ഇതെന്ന് പറയില്ലേ, ഒരു തരിപ്പെന്ന് പറയില്ലേ, ഈ വിടുതൽ ശുശ്രൂഷകളൊക്കെ പോയിട്ടില്ലേ, എഫക്റ്റ്, ആ എഫക്റ്റ് മാത്രമായി മാറുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശക്തിയോടെ മുന്നോട്ട് പോകും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഇടപെടൽ പരിശുദ്ധാത്മാവിൽ നിന്ന് എനിക്കുണ്ടായി, അതെന്നെ സ്ട്രെങ്തൻ ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് സ്ട്രെങ്തൻ ചെയ്യട്ടെ. ഞാൻ പറയുന്നു, നമ്മളൊരു വാർ സോണിലാണ്. നമ്മൾ ദൈവരാജ്യ പ്രിൻസിപ്പിളിൽ നിന്നില്ലെങ്കിൽ ചില പൊട്ടലും ചീറ്റലൊക്കെ നിങ്ങൾ കാണേണ്ടി വരും. പക്ഷെ പൊട്ടലും ചീറ്റലും അവസാനമൊന്നും ചിന്തിക്കരുത്. നോ 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 നോ, അവസാനമല്ല. പൊട്ടലും ചീറ്റലും ഉണ്ടാവുന്ന അവസാനമല്ല. പക്ഷെ പൊട്ടലും ചീറ്റലും ഉണ്ടാവാതെ പോകാനുള്ള കൃപ കർത്താവ് തരും. അതിനെന്നെ ചെയ്യാൻ പറ്റണേ? ആദ്യം വായിച്ച വചനം തന്നെ, എനിക്കത് അതുമാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. വചനം സത്യം, വചനം നിങ്ങൾ അറിയുകയും സ്വതന്ത്രമാക്കുകയും പറയുന്നതിന് മുമ്പുള്ള കാര്യം എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഞാനൊരു സംശയം ചോദിക്കട്ടെ നിങ്ങളോട് എല്ലാവരോടും. കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ കോമൺലി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പാറ്റേൺ എന്താണെന്ന് അറിയാമോ? കോമൺലി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പാറ്റേൺ, അവർ അധിക സമയം പ്രാർത്ഥിച്ചിരുന്നു. ഒറ്റ കാര്യമുള്ളൂ അതിന്, വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ എത്ര വലിയ വെളിപ്പാട് ഇവിടെ പറഞ്ഞാലും, നിങ്ങളിപ്പോൾ വെളിപ്പാടിൻ്റെ ആദിക്യം ഇവിടെ പറഞ്ഞാലും, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നില്ല, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, ഇതൊക്കെ 100 വെളിപ്പാടൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇതേ ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയണേക്കാളൊക്കെ 100 ഇരട്ടിയുള്ള വെളിപ്പാടൊക്കെ ചിലപ്പോൾ ChatGPT പറഞ്ഞു തരും. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങളൊക്കെ അമേസ്ഡ് ആവുകയും ചെയ്യും. പക്ഷെ അതല്ല വിഷയം. നിങ്ങൾ ദൈവത്തോട് ചേർന്നിരുന്നില്ലെങ്കിൽ, കാരണം പണ്ടത്തെ അപ്പച്ചന്മാർക്ക് എന്ത് റെവലേഷൻ ഉണ്ടായിട്ടാണ്? അവർക്കൊരു കാര്യം അറിയാമായിരുന്നു, അവരെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന്. അവർ ട്രസ്റ്റ് ചെയ്തു ദൈവത്തിൽ. അവർ ഈ വില കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് കൊടുത്തു, അങ്ങനെ ഒരു ഇതല്ല. പക്ഷെ അവർ വാല്യൂ ചെയ്തു. അവർ വില കൊടുത്തു എന്ന് പറയുന്ന വാല്യൂ ചെയ്തു. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങൾക്കൊരു 1 രൂപ തരുമെന്ന് വിചാരിക്കുക. ഈ 1 രൂപയ്ക്ക് വാല്യൂ ഉണ്ടെങ്കിൽ, ഇപ്പം ഒറ്റ കാര്യം, പ്രധാനമന്ത്രി നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ വിളിച്ചിട്ട് 1 രൂപ എടുത്ത് തന്നു വിചാരിക്കുക. നിങ്ങൾ പിന്നെ അത് ആർക്കെങ്കിലും ഏതെങ്കിലും കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് 1 രൂപയുടെ ബിഗ് സോട്ടയും വാങ്ങിച്ച് കഴിക്കുമോ?
എന്ത് ചെയ്യും അത്? എന്തിന്? അത് പ്രധാനമന്ത്രി തന്നെയാ. സൂസി ചേച്ചിയാണ് ഈ ചേച്ചിയുടെ അനിയത്തിമാർ. ഇതേടി എനിക്ക് പ്രധാനമന്ത്രി തന്നാ എന്ന് പറയും അല്ലേ. ചേച്ചി മരിക്കണ കാര്യം ചേച്ചിയുടെ കയ്യിലുണ്ടാവും അല്ലേ. ചേച്ചി ചിലപ്പോൾ എന്നാ ഷോക്കേസിൽ വല്ലതും എടുക്കില്ല. കാരണം ജോർജ് ചേട്ടനൊന്നും അറിയാതെയും എടുത്തുകൊണ്ടേ അല്ലേ പുറത്തേക്ക് ഇടുമെന്നൊക്കെ പേടിക്കും. അപ്പോൾ സൂസി ചേച്ചി എന്ത് ചെയ്യും? സൂസി ചേച്ചി അത് ഏറ്റവും സേഫായിട്ടുള്ളടത്ത് വയ്ക്കും. ഓ ഓ റിയലി അല്ലേ? ഓ, സർവശക്തനായ ദൈവം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് അവൻ്റെ ജീവനെ, തുടക്കവും അവസാനവും ഇല്ലാത്തൊരു ജീവനെ നിങ്ങളിലേക്ക് പകർന്നു തന്നു. എത്രമാത്രം സൂക്ഷിച്ച് വെക്കേണ്ട ഒരു സംഭവം തന്നെയത്. ഹല്ലേലൂയ. എത്രമാത്രം, എനിക്കറിയില്ല എത്രമാത്രം നമുക്കതിന് പറയാൻ പറ്റുന്ന വേർഡെന്ന അമൂല്യോ, ഇങ്ങനെയൊക്കെ പറയാമോ? അമൂല്യം എന്താ നമ്മളെ പറഞ്ഞേ? ആരാ പറഞ്ഞേ? അമൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യം അല്ലേ? അങ്ങനെയല്ലേ? അമൂല്യം എന്നല്ലേ പറയണേ? മൂല്യമേറിയത്, നമുക്ക് വില മതിക്കാൻ പറ്റില്ലാത്തത് അല്ലേ? അത്ര അമൂല്യമായൊരു സംഭവമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഞാനിന്ന് പറഞ്ഞ വചനം ഒറ്റ കാര്യമുള്ളൂ: നിങ്ങൾ അവനിൽ വസിക്കുക. നിങ്ങൾ സത്യം മനസ്സിലാക്കും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഒറ്റ വചനം. പക്ഷേ ഇത് നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. ഒന്ന് ചിരിച്ചേറ്റേ, ഒന്ന് ചിരിച്ച് ഉള്ളു തുറന്ന്. നോ വേ. ഈ പണ്ട് എന്നാ ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു, പേര് പറയാതിരിക്കൂലേ, കെന്നത്ത് ഹേഗൻ എന്ന് പറഞ്ഞൊരു ദേവദാസൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അയാൾ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് മോക്ക് ദ ഡെവിൾ. പിശാചിനെ നോക്കി പരിഹസിക്കുക. മോക്ക് ദ ഡെവിൾ. അയാൾ ചിരിക്കുമായിരുന്നു പിശാചിനെ നോക്കിയിട്ട്. മോക്ക് ദ ഡെവിൾ. പിശാചിനെ നോക്കി ചിരിക്കുക. മോക്ക് ദ ഡെവിൾ. എന്നെ നോക്കി ചിരിക്കണ്ട കേട്ടോ, ഞാൻ പിശാചല്ല. ഹല്ലേലൂയ. മോക്ക് ദ ഡെവിൾ. പോ പിശാചേ, പോ. അങ്ങനെ പറ. ഹല്ലേലൂയ. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ സമ്പത്താണ്. അമേരിക്കൻ സിറ്റിസൺസ് അല്ലെങ്കിൽ അമേരിക്കയിലെ ജനങ്ങൾ അമേരിക്കൻ സിറ്റിസൺസ് ആയിരിക്കുന്ന പോലെ ദൈവരാജ്യത്തിൻ്റെ സിറ്റിസൺസാണ് നമ്മൾ ഓരോരുത്തരും. സമ്മതിച്ചോ? ഓക്കെ. ഇനി മുന്നമേ അവൻ്റെ രാജ്യവും നീതി ഒന്നും എടുത്തേ സോണിയ. ഏത് വചന അത്? സോണിയ അത് പ്രതീക്ഷിച്ചില്ല. പറഞ്ഞു ചേച്ചി, അത് ജോഷു എടുക്കട്ടെ. മാത്യു 6:31 എടുത്ത് ജോഷു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെ കിട്ടുമെന്നാ പറഞ്ഞേ? ഇത് എപ്പോൾ പറഞ്ഞതാ? ആരോട് പറഞ്ഞ? നിങ്ങൾ എന്ത് കൊടുക്കും, എന്ത് കുടിക്കും, എന്ത് തിന്നുമെന്നൊന്നും വിചാരപ്പെടണ്ട. ഇത് ആരോട് പറഞ്ഞ? ആരോട് പറഞ്ഞാൽ നിങ്ങൾ പറ. യേശു ആരോടാ പറഞ്ഞേ? ശിഷ്യഗണങ്ങളോടല്ലേ? സംശയമാണോ? നിങ്ങൾ അവൻ്റെ വചനത്തിൽ നിലനിൽപ്പീൻ, സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കട്ടെ. ഹല്ലേലൂയ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണോ വിശ്വസിക്കുന്നത്? കിട്ടാൻ പോവാന്നാണോ വിശ്വസിക്കുന്നത്? എവിടെ കിട്ടി? എന്നിട്ട് കാണാനില്ലല്ലോ. ഇവിടെ ഇവിടെ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ഒരു 1,00,000 രൂപ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇടാൻ ആൾക്കാരുടെ കയ്യിൽ കാശ് കുറവാണല്ലോ. എന്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല? ഈ മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിക്കുമ്പോഴൊക്കെ വരുമെന്ന് പറയണല്ലേ? അല്ല സമൃദ്ധിയല്ല, എന്ത് എന്തൊക്കെയാണ് ലോകത്തിലെ ആളുകൾ ആഗ്രഹിക്കണത് അതൊക്കെ വരുമെന്നല്ലേ പറഞ്ഞേക്കണേ? ഈ വിചാരമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഈ ദൈവരാജ്യത്തിൽ
നിങ്ങൾക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയുള്ളതൊക്കെയും അവൻ നിങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോഴാണെന്ന് അറിയാം, ഈ സംഭവം പറഞ്ഞത് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പാണ്. സമ്മതിച്ചോ? ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അവൻ്റെ രാജ്യവും നീതി എന്ന് പറയുന്നത് എന്നാ? ഈ നീതി നിങ്ങൾ ഉടുപ്പിച്ചിരിക്കുക. നിങ്ങൾ അവൻ്റെ രാജ്യത്തിലാണ് കയറി നിൽക്കുന്നത്. അവരോടാണത് പറഞ്ഞത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതിലെ കയറി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? വീണ്ടും ജനിക്കപ്പെട്ട ഓരോ വ്യക്തികളും അവൻ്റെ നീതിയിലും രാജ്യത്തിലും നീതിയിലും വസിക്കുന്നത്. കാരണം അവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം. ഇപ്പം നമുക്ക് പലപ്പോഴും ഞാനിവിടെ പ്രസംഗിച്ചൊരു സംഭവമാണ്, നിങ്ങൾ മുമ്പേ അവൻ്റെ രാജ്യം നീതി അന്വേഷിച്ചാൽ മതി, സകലതും അതിൻ്റെ പുറകെ പോന്നോളൂന്നു. അപ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ തുറക്കാൻ വേണ്ടി നിങ്ങൾ കൽപ്പിക്കണം. അങ്ങനെ അത് ഓട്ടോമാറ്റിക്കലി തുറന്നോളൂല്ലേ? ഈ ഒരു തത്വം വെച്ചിട്ടാണ് ഈ ഓട്ടോമാറ്റിക്കലി തുറന്നോളൂല്ലേ? യേശുക്രിസ്തു ഈ കാറ്റിൻ്റെയും കടലിൻ്റെ അടുത്ത് വെച്ചിട്ട് യേശുക്രിസ്തു ചുമ്മാ നിന്നോളൂ അവിടെ. എന്തിന്? എന്നാൽ പിന്നെ അത് തന്നെ ഇതായി പോകില്ലായിരുന്നോ? എന്തിന് ചെയ്തു? യേശുക്രിസ്തു ആണ് രാജ്യം എന്ന് പറഞ്ഞായിരുന്നു. ദൈവരാജ്യം നിങ്ങളുടെ നടുവിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ യേശുക്രിസ്തു അവിടെ പോയി നിന്നാ പോരായിരുന്നോ? എന്തുകൊണ്ടാണ് ശാസിച്ചേ? ശാസിക്കണം, കൽപ്പിക്കണം. നിങ്ങളുടെ ഉള്ളത്തിൽ തന്നിരിക്കുന്ന നീതി നിങ്ങളുടെ നാവ് കൊണ്ട് സംസാരിക്കണം. അപ്പോഴത് മാനിഫെസ്റ്റ് ആവും. അതല്ലെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ചുമ്മാ ഇരുന്നാൽ പോരെ എല്ലാത്തിനും. ദൈവരാജ്യത്തിൻ്റെ നീതിയിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ നീതിയിൽ കയറിയിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ നീതിമാനാ. പക്ഷേ ഞാൻ ക്രിസ്തുവിൻ്റെ നീതി എൻ്റെ നാവ് കൊണ്ട് സംസാരിച്ചില്ലെങ്കിൽ നീതി ഒഴുകത്തില്ല. ക്രിസ്തുവിൻ്റെ നീതി അല്ലാതെ നിങ്ങൾ പേടി സംസാരിച്ചു കഴിഞ്ഞാൽ പേടിയെ ഒഴുകത്തുള്ളൂ. മനസ്സിലാക്കുക, തത്വം അതാണ്. നിങ്ങൾ ദൈവരാജ്യത്തിലാണെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. എങ്ങനെയെങ്കിലും ആ ദൈവരാജ്യത്തിൻ്റെ ഒരു ഇത് വെളിപ്പെട്ട് വരുള്ളൂ. അപ്പോൾ സോണിയ എങ്ങനെയാ ദൈവരാജ്യത്തിൽ വസിക്കുന്നത്? എങ്ങനെയാ പറഞ്ഞു? ഉത്തരം പറ. ഇതിനൊരു ഉത്തരമുണ്ട് സോണിയ. കമോൺ, ഒരു മൈക്ക് കൊടുക്കായിരുന്നു. മൈക്കില്ലാതെ പറയാലോ. ലീഡേഴ്സിനോടല്ലോ, നിങ്ങളോട് ചേച്ചി എങ്ങനെയാ ചേച്ചി? ഞാൻ ഈ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് അറിയാൻ വേണ്ടി ചോദിക്കണം കേട്ടോ. അപ്പൊ നീതി എനിക്ക് കിട്ടിയോ? നീതി എനിക്കുണ്ടോ? എന്ത് സംസാരിക്കണം? എന്തു പറയണം? ദൈവരാജ്യത്തിന്റെ നീതി വിളിച്ചു പറയണം. ഞാൻ ക്രിസ്തുവിൽ നീതിമാനാണെന്ന് വിളിച്ചു പറയണം. ഞാൻ ക്രിസ്തുവിൽ ശക്തനാണെന്ന് വിളിച്ചു പറയണം. ഇത് വിളിച്ചു പറഞ്ഞെങ്കിൽ ദൈവരാജ്യത്തിന്റെ നീതി വെളിപ്പെടത്തില്ല. എനിക്കിന്ന് രാവിലെ കിട്ടിയ സംഭവം കേട്ടോ, ഫ്രഷ്. അല്ല, ഇത് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്ട് ഈ ഒരു കാര്യം വെച്ചിട്ട്. കാരണം നമ്മൾ ദൈവരാജ്യം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ ഇത് പ്രൊവൈഡായി വന്നോളും. അങ്ങനെയല്ല. നിങ്ങൾ അധികാരികളാണ്. നിങ്ങൾ ക്രിസ്തുവിൽ അധികാരികളാണ്. നിങ്ങളെ കൽപ്പിക്കുന്നതേ സംഭവിക്കൂ. പത്രോസേ, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത്. അപ്പം നിങ്ങൾ നിരാശ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
ഞാനൊരു തോൽവിയാണ് അതേ, ഞാൻ തോൽവിയല്ലെന്ന്. തോൽവി അല്ലാത്തോണ്ട് എവിടെ ഇരിക്കണേ? ഇത്ര ശക്തിയോടെ എവിടെ ഇരിക്കുന്നത് തോൽവി അല്ലാത്തോണ്ടാ. തോൽവിയാന്ന് പറയണോടത്താണ് നീ തോറ്റുപോയനെ. തോക്കില്ല. ദൈവരാജ്യത്തിന്റെ നീതി വിളിച്ചു പറഞ്ഞോടത്തായിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കും. പക്ഷെ ഐ യു റെഡി? നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ നാവ് ഓർക്കാൻ? കാറ്റടിക്കുമ്പോൾ കടലിൽ കാറ്റല്ലേ, വീട്ടിൽ കാറ്റടിക്കുമ്പോൾ ഞാൻ എന്നെ കൂടി ചേർത്താട്ട് പറയണേ. പലപ്പോഴും സാധിക്കാറില്ല, പക്ഷേ സാധിക്കും. അത് കാറ്റടിക്കുമ്പോൾ യേശു ശാസിച്ചത് വളരെ കോം ആൻഡ് ക്വയറ്റായിട്ട് പോയപ്പോഴല്ല. യേശു ശാസിച്ചത് ഭീകര അന്തരീക്ഷത്തിലാണ്. യേശു ലാസറിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് ചെന്നത് ലാസറിന് പനി പിടിച്ചു കിടന്നപ്പോഴല്ല, നാറ്റം വെച്ചപ്പോഴാ. ഇനി പറയരുത് 3 ദിവസം കഴിയുമ്പോൾ അത് ആത്മാവിധിക്കടെ കറങ്ങി നടക്കണ്ടായിരുന്നു, അങ്ങനെയൊന്നും പറയാത്ത രീതിയിലൊരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടത്. പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ഈ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അതാ വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധി ഇല്ലാതെ വിശ്വസിക്കുന്നതിന് വിശ്വാസം ഒന്നും പറയാൻ പറ്റില്ല. അതിന് വിശ്വാസമൊന്നും ആവശ്യമില്ല. അത് ആർക്കാ പറ്റില്ലാത്ത? വിശ്വാസത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഈ സാധാരണ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവാണ്. സാധാരണ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നവുമില്ല. ഞാൻ വിശ്വാസത്തിലാന്നൊക്കെ പറയാൻ ഭയങ്കര ഈസിയാ. പക്ഷെ റിയൽ പ്ലേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ കളി മാറും. ഞാൻ ഒറ്റ കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം വരുന്നതും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ജയാളിയാക്കി, നിങ്ങളെ ജയാളിയാക്കി മാറ്റിയിട്ടുണ്ട്. ആ ജയാളിയാക്കി മാറ്റിയ നിങ്ങളുടെ വിജയം നിങ്ങളുടെ മുമ്പിലൊന്നും നിങ്ങളെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്നതെന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ആരാണ് ക്രിസ്തുവിൽ തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടിയാ? നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കരച്ചിലും മാത്രമേ ഉണ്ടാവുള്ളൂ. എഴുന്നേറ്റ് കൽപ്പിക്ക്. സിറ്റുവേഷനെ നോക്കി കൽപ്പിക്കണം. അവിടെ എൻ്റെ കർത്താവേ അങ്ങയുടെ ഹിതം വെളിപ്പെടട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. സിറ്റുവേഷനെ നോക്കി കൽപ്പിച്ച് അതിനെ മാറ്റുവാനുള്ള ശക്തി നിങ്ങളുടെ അകത്ത് തന്നിട്ടുണ്ട്. യേശു എങ്ങനെ ചെയ്തോ അതുപോലെ നിന്ന് ശുശ്രൂഷിക്കുവാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, എന്നെയും. നിങ്ങൾ വളരെ ചുമ്മാ ആടി തൂങ്ങിയിരിക്കുന്ന എഴുന്നേറ്റ് എന്നിട്ട് 2 പ്രാവശ്യം ഹല്ലേലൂയ എന്ന് പറഞ്ഞു നോക്കി. നിങ്ങളുടെ ഇതൊക്കെയാണ് മാറും. എഴുന്നേറ്റ് എന്ന് പറഞ്ഞു നോക്കി. എഴുന്നേറ്റ് എന്ന് പറയാനാ ഞാൻ പറഞ്ഞേ. എഴുന്നേക്ക്, come on. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.